ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സ്മാർട്ടായിട്ടുള്ളൊരു സാനിറ്റൈസർ ഡിസ്പെൻസറാണ് നിർമ്മിച്ചെടുക്കുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് വീട്ടിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സാനിറ്റൈസർ മെഷീനാണ്. ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ. ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മിനി വാട്ടർ പമ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂബ് കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിലേക്ക് ട്യൂബ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് മോട്ടർ ബോട്ടലിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഹോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ വയറിൻ്റെയും ട്യൂബിൻ്റെയൊക്കെ സൈസിൽ. ഇനി നമുക്ക് ട്യൂബും വയറും ഇതിനകത്തുകൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ആവശ്യം വരുന്നത് ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്, പിന്നെ ഒരു 1K റെസിസ്റ്റർ, പിന്നെ ഒരു BD140 ഒരു ട്രാൻസിസ്റ്ററാണ് ആവശ്യം വരുന്നത്. ഇതെല്ലാം ഇലക്ട്രോണിക്സിൻ്റെ സ്റ്റോറിൽ നിന്ന് മേടിക്കുക. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ 1K റെസിസ്റ്റർ സോൾഡർ ചെയ്തു. അതുപോലെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഔട്ട് വരുന്ന ലെഗിലാണ് കേട്ടോ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ VCCയിലേക്ക് ട്രാൻസ്മിറ്ററിൻ്റെ എമിറ്റർ വരുന്ന ലെഗ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയിട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കമ്പി നമ്മുടെ ട്യൂബിൻ്റെ അകത്തേക്ക് കടത്തി വയ്ക്കാം. നമ്മളിപ്പോൾ ഇത്തിരി വണ്ണം കൂടിയ കമ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള കമ്പി എടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ കമ്പിനകത്ത് കടത്തി വയ്ക്കുന്നത് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളച്ചെടുക്കാനായിട്ടാണ്. നമ്മളൊരു ഡാറ്റ കേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീട്ടിൽ പഴയ യൂസ് ചെയ്യാത്ത പഴയ ചാർജറിൻ്റെ കേബിൾ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് വയറിൻ്റെ എഡ്ജ് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് ആവശ്യം വരുന്നത് ബ്ലാക്കും റെഡും മാത്രമാണ്. ബാക്കിയുള്ള വയറുകളെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് മോട്ടറിൻ്റെ വയറിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. വയറൊന്ന് ഇളകി പോകാതിരിക്കാനായിട്ടാണ്. ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുത്ത പ്രോക്സിമിറ്റി സെൻസറിൽ കുറച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. മോട്ടറിൻ്റെ റെഡ് വയർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് സോൾഡർ ചെയ്യാം. ഇനി ചെയ്യുന്നത് മോട്ടറിൻ്റെ നെഗറ്റീവും കേബിൾ വയറിൻ്റെ നെഗറ്റീവും കൂടെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഗ്രൗണ്ടിലേക്ക് സോൾഡർ ചെയ്യാം. ഇനി ഫൈനലായിട്ട് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ VCCയിലേക്ക് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ, അതിലേക്ക് കേബിളിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യാം. ഇനി കേബിൾ ഇളകി പോകാതിരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പഴയ ഏതെങ്കിലും ഒരു പെന്നിൻ്റെ ടിപ്പൊന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ട്യൂബിൻ്റെ എഡ്ജിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്തിനെന്നാൽ നമ്മുടെ ട്യൂബിൽ നിന്ന് വരുന്ന സാനിറ്റൈസറിൻ്റെ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടാണ്. നമ്മളൊരു ഗ്ലാസ്സിൽ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിലിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് ഒരു 5 വോൾട്ട് ഔട്ട് വരുന്ന പവർ ബാങ്കോ അല്ലെങ്കിൽ ഒരു 5 വോൾട്ട് ഔട്ട് വരുന്ന മൊബൈൽ ഫോണിൻ്റെ ചാർജിൽ വരുന്ന അഡാപ്റ്ററോ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസുമായിട്ട് കാണുമെന്ന പ്രതീക്ഷയിൽ
താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.